ചെർപ്പശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതിന്റെ ഭാഗമായി ടൗണിൽ ഗതാഗത ക്രമീകരണത്തിൽ അടിമുടി മാറ്റം വരുന്നു. ബസ്സുകളുടെ പാർക്കിംഗ് മുതൽ ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിങ്ങിന് വരെ പുതിയ ക്രമീകരണം നടപ്പാക്കാൻ ഇന്ന് ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് മെയ് 9 മുതൽ സ്റ്റാൻഡ് പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനം. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ ചെർപ്പശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതിന്റെ ഭാഗമായാണ് ടൗണിലെ ഗതാഗത സംവിധാനത്തിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ EMS ടൗൺ ഹാളിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് മെയ് 9 മുതൽ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനം. പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതോടെ പട്ടാമ്പി, കൊപ്പം എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകളും ഷൊർണൂരിൽ നിന്ന് കൈലിയാട്, കൃഷ്ണപ്പടി വഴി വരുന്ന ബസ്സുകളും പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ആളെ ഇറക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം. പെരിന്തൽമണ്ണ, പാലക്കാട് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ പുതിയ സ്റ്റാൻഡിലും പഴയ സ്റ്റാൻഡിന് സമീപവും ആളുകളെ ഇറക്കി ഗവൺമെൻറ് ആശുപത്രിക്ക് താഴെയുള്ള മിഥില ഹോട്ടലിന് മുൻവശം നിർത്തിയിടണം. ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ആളെ ഇറക്കി മിഥില ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്യുക എന്നിങ്ങനെയാണ് ബസ് ക്രമീകരണത്തിലുള്ള മാറ്റങ്ങൾ. ഇതിനു പുറമെ ഇരുചക്രവാഹനങ്ങൾക്ക് പഴയ ഉടുപ്പി ഹോട്ടൽ മുതൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ വരെ റോഡിന്റെ ഇരുവശം ചേർന്നും കള്ളുഷാപ്പ് മുതൽ കേരള ബാങ്ക് വരെ റോഡിന്റെ വലതുവശം ചേർന്നും പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ടാക്സി കാറുകൾക്ക് പഴയ പെട്രോൾ പമ്പ് പരിസരത്തും ടെമ്പോ ട്രാവലറുകൾക്ക് പുലാത്തറയ്ക്കൽ ജ്വല്ലറി മുതൽ കള്ളുഷാപ്പ് വരെയും കോപ്പറേറ്റീവ് ആശുപത്രി മുതൽ സർവീസ് ബാങ്ക് വരെ ജനറൽ പാർക്കിംഗായും ഉപയോഗിക്കാവുന്നതാണ്. EMS റോഡ് മുതൽ ഹൈസ്കൂൾ റോഡ് ജംഗ്ഷൻ വരെ പാർക്കിംഗ് കർശനമായി നിരോധിക്കും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതുതായി ഒരു ഓട്ടോ സ്റ്റാൻഡ് കൂടി അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനും ഹൈസ്കൂൾ ജംഗ്ഷൻ, കച്ചേരിക്കുന്ന് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ജാഗ്രതാ സിഗ്നലുകളും സ്ഥാപിക്കാനും നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ ട്രാൻസ്പോർട്ട് സംഘടനാ പ്രതിനിധികൾ, MVD, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ നൽകി. ബസ്സുകൾ നമ്മുടെ നിലവിൽ നമുക്ക് നമ്മുടെ കവിത തൊഴിലുടെ ഓപ്പോസിറ്റ് എതിർവശമുള്ള ചോലയിൽ ഫാൻസി ആൻഡ് സജീവ ടൈലേഴ്സ് ഒക്കെ നിൽക്കുന്ന ഭാഗത്ത് AKG റോഡ് വരെ നമ്മൾ പുതിയ ആളുകളെ ഇറക്കി പുതിയ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നേരെ ചെല്ലുക എന്നുള്ളതാണ് പട്ടാമ്പി ഭാഗത്ത് വരുന്ന ബസ്സുകളുടെ കാര്യത്തിൽ ധാരണ ഒരു നിർദ്ദേശമായിട്ട് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. പുതിയ പരിഷ്കരണങ്ങളുമായി പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ എന്നിവർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിലെടുത്ത തീരുമാനങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൗൺസിലിൽ വെച്ച നിർദ്ദേശങ്ങളും ഏകീകരിച്ച് ഉള്ള ഒരു നിർദ്ദേശമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് നല്ല തീരുമാനങ്ങളാണ് സദസ്സിൽ നിന്ന് വന്നത്. MVD, RTO, PWD, പോലീസ് മേധാവികൾ, മറ്റു വ്യവസായി സംഘടനകൾ, പിന്നെ അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ തൊഴിലാളികൾ, ബസ് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തിരുന്ന ഒരു വിപുലമായ യോഗം തന്നെയായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഒരു തീരുമാനത്തിനൊടുവിൽ നമ്മൾ ടെൻറ്റേറ്റീവായിട്ട് തന്നെ ഈ ഒരു മെയ് മാസം 9-ാം തീയതി 10-ഓടുകൂടി അടക്കലിലേക്ക് തീരുമാനിക്കുകയാണ്. ഇവിടെ നിന്ന് വന്ന നല്ല നല്ല നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് പരിഗണിച്ച് നടപ്പിലാക്കാവുന്നതാണ്. അതെല്ലാം നമ്മളൊരു അടുത്തൊരു ചർച്ചയ്ക്ക് വെച്ച് അതെല്ലാം ഏകീകൃതമായിട്ട് തീരുമാനിച്ച് ചെയ്യാവുന്നതാണ്, പരിഹരിക്കുന്നതായിട്ട്. മെയ് മാസം 9-ാം തീയതി നിലവിലുള്ള ബസ് സ്റ്റാൻഡ് അടയ്ക്കുകയാണ്. അടയ്ക്കാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ. കാരണം നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ആ കെട്ടിടം വളരെ ദുർബലപ്പെട്ടു. ഇനി അതിനൊരു കാലവർഷത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ആ കെട്ടിടത്തിനില്ല. ഏത് സമയത്തും അതിൽ അപകടം സംഭവിക്കാം. നമുക്കൊക്കെ നമ്മുടെ മുന്നിലെ കഴിഞ്ഞ ഒരു ദൃക്സാക്ഷിത്വം നമുക്കുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും. അപ്പം അതിലേക്ക് നമ്മൾ തിരിയുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മെയ് മാസം 9-ാം തീയതി അടയ്ക്കാം എന്ന് തീരുമാനിച്ചു. അറിയാം, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ വേനൽ അവധിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെയ് മാസം ആദ്യത്തിൽ തന്നെ നമ്മൾ പോകുന്നത്. അവർ പറഞ്ഞ നല്ല ചർച്ചകളാണ്. ശൗചാലയം വേണമെന്നുള്ളത് നമ്മൾ മുകളിലേക്ക് 100% സിഗ്നൽ വേണമെന്ന്. അത് മാത്രമല്ല
Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.